ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്നത് സുകന്യയോട് ധർമ്മൻ ദേഷ്യപ്പെടുകയാണ്. കാരണം ധർമ്മന് ഭയങ്കര വിഷമമായി പോയി. സുകന്യ കല്യാണത്തിന് പോയി, പക്ഷെ തന്നോടൊന്നും പറഞ്ഞത് പോലും ഇല്ല, വരുന്നുണ്ടോന്നൊന്ന് ചോദിച്ചത് പോലും ഇല്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ധർമ്മന്. പിന്നീട് സുകന്യ പറഞ്ഞു, ധർമ്മേട്ടനെ എനിക്ക് വിളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ധർമ്മേട്ടൻ അത് ബുദ്ധിമുട്ടാവില്ലെന്ന് കരുതിയിട്ടാ. പിന്നെ ഒന്നാമത്തെ കാര്യം, ധർമ്മേട്ടന് ഒരു കോംപ്ലക്സ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ധർമ്മം പറഞ്ഞു, എങ്കിലും നിനക്ക് എന്നെ ഒന്ന് വിളിക്കാരെന്ന് പറയണം. അതെ, ധർമ്മേട്ടനെ ഇഷ്ടമുള്ളതുകൊണ്ടല്ല ഞാൻ ധർമ്മേട്ടന്റെ മുന്നിൽ കഴുത്ത് നീട്ടി തന്നെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ധർമ്മേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് സുകന്യ ധർമ്മനെ വീഴിക്കുവാണ്. പാവം ധർമ്മന്. സുകന്യ അതൊക്കെ പറഞ്ഞു കേട്ടപ്പം ധർമ്മൻ അത് വിശ്വസിച്ചു. ചിലപ്പോൾ ശരിയായിരിക്കും, തന്നോട് ഇവൾക്ക് ഇഷ്ടം കാണും, പിന്നെ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. പിന്നീട് സുകന്യ പറഞ്ഞു, അത് മാത്രമല്ല, അറിയാലോ കടയിലെ തിരക്കുള്ള സമയമൊക്കെ അല്ലേ, അപ്പൊ ഞാൻ ധർമ്മേട്ടനെ കടയിൽ നിന്ന് കല്യാണത്തിനൊക്കെ ആന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ അത് ബുദ്ധിമുട്ടാകത്തില്ലേ, അപ്പൊ അതുകൊണ്ടൊക്കെയാ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ധർമ്മനെ ഒന്ന് മയക്കെടുക്കുന്നുണ്ട്. ധർമ്മൻ എന്താണെങ്കിലും സുകന്യയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വിശ്വാസക്കുറവൊന്നും തോന്നിയില്ല. അവള് നല്ല കാര്യമോ ചെയ്തേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അതേ സമയത്ത് ആകാശ് ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി മുറിയിലേക്ക് വന്നു. അപ്പൊ ആകാശ് ആലോചിച്ചോണ്ടിരിക്കുക. ആകാശ് ചോദിച്ചു, എന്താ ആകാശെ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആകാശ് പറഞ്ഞു, അത് പിന്നെ എന്താ കാര്യം എന്താന്ന് വെച്ചാൽ പറ, എനിക്കാണെങ്കിൽ കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പൈസയ്ക്ക് ആവശ്യമോ? ആകാശിന് ഇപ്പൊ എന്തിനാ പൈസ എന്ന് ചോദിച്ചു. അത് പിന്നെ ഉണ്ടല്ലോ, അന്നെടുത്ത കടയുണ്ടല്ലോ, ആ കടയ്ക്ക് അഡ്വാൻസ് കൊടുത്തായിരുന്നു പറഞ്ഞു. അതിന് അഡ്വാൻസ് കൊടുത്തത് പലിശയ്ക്ക് മേടിച്ചാ, ഇപ്പൊ ആ പലിശയ്ക്ക് കൊടുക്കാറായെന്ന് പറഞ്ഞു. പലിശയ്ക്ക് മേടിച്ചിട്ട് കടയ്ക്ക് അഡ്വാൻസ് കൊടുത്തനോ? ആകാശം എന്താ തലയ്ക്ക് ഓളം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. വല്ലവരും കാണിക്കുന്ന പരിപാടിയായി കാണിച്ച്. എന്നിട്ടിപ്പം 3 മാസത്തിനുള്ളിൽ തന്നെ കട എഴുതണമെന്നാ പറഞ്ഞിരുന്നേ, അല്ലെങ്കിൽ ആ കൊടുത്ത പണം അഡ്വാൻസ് പേയ്മെന്റ് തിരികെ കിട്ടത്തില്ലെന്ന്. പിന്നെ അവര് കട വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു. ഇപ്പൊ 3 മാസം കഴിഞ്ഞ ഒരാളോട് അയാളോട് ഞാൻ 1 മാസം കൂടെ അവധി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ സമയം കഴിയാറായി. എന്റെ ആകാശം എന്തിനാ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചേ? അല്ല, എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. സൈൻ ചെയ്തെന്ന് പറഞ്ഞു. ആകാശല്ലാതെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവോ? നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ചെന്ന് തലയിടുമ്പോ ആരുടെയും ഒന്ന് ചോദിക്കണം, അല്ലാതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. 1-2 രൂപയല്ല, കുറെ പൈസ അഡ്വാൻസ് കൊടുത്താ അങ്ങനെ പോയി. ഇനിയിപ്പൊ ആ പലിശയ്ക്ക് വാങ്ങിയ പൈസ കൊടുക്കാനായിട്ട് ആകാശിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. മീനാക്ഷി പറഞ്ഞു, ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കുമെന്ന് അറിയാലോ ആകാശിന്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്നെങ്കൊന്നും ആ കടയിൽ കിടക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുമോ? നല്ലൊരു ജീവിതം ആഗ്രഹിച്ച ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറഞ്ഞു. ആകാശെ, എന്താണല്ലോ ആകാശി ചെയ്ത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ല, ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, അതെ മീനു, നിനക്ക് ഇതൊക്കെ പറയാം, എന്റെ കാര്യം അറിയാലോ, പണ്ട് മുതൽ എന്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളും നടത്തുക എന്നുള്ളത്. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, ഇപ്പോഴും ആകാശ് അച്ഛനെ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാ. ഒരു കാരണവശാലും അച്ഛൻ ആകാശിനെ തള്ളിക്കളയാനൊന്നും പോകുന്നൊന്നുമില്ല, അതൊക്കെ ആകാശിന് വെറും തോന്നല് മാത്ര. അച്ഛൻ ഒന്നും കാണാതെ എന്തായാലും ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആകാശിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇനി എങ്ങനെയാ പൈസ കൊടുക്കുമെന്ന് അറിയത്തില്ല. ആ സമയം മീനാക്ഷി പറഞ്ഞു, നോക്കട്ടെ, എന്താ വേണ്ടേ നോക്കട്ടെ എന്നൊക്കെ ആകാശിനോട് പറഞ്ഞു. അങ്ങനെയല്ലേ മീനാക്ഷിക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങാനും ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. പ്രത്യേകിച്ച് സുകന്യേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത് അച്ഛന്റെ കാതുകൾ കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യം മീനാക്ഷിക്ക് അറിയായിരുന്നു. അതേ സമയത്ത് ഉദയഭാനു ശ്രീകലൻ ചില പ്ലാനുകളൊക്കെ നടത്തി. എങ്ങനെയെങ്കിലും ഈ പറയുന്ന സുകന്യയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം ഉണ്ടാക്കണം, അവളെ തട്ടിച്ച് കുറച്ച് നാളെ ജീവിക്കാം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിൽ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കിയിട്ട് സുകന്യയെ വിളിക്കുവാണ്. സുകന്യ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. മിക്കവാറും ബിസിനസിനെ കുറിച്ചൊക്കെ അവരൊന്ന് ആലോചിച്ചിട്ട് വിളിക്കുന്നൊരു ചിന്തയായിരുന്നു. അപ്പോഴാണ് സുകന്യയുടെ ഫോണിലേക്ക് ശ്രീകലയുടെ കോള് വരുന്നത്. ശ്രീകല വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഉദയേട്ടനും ഞാൻ തമ്മിൽ സംസാരിച്ചായിരുന്നു, ഉദയേട്ടന് സുകന്യനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കാണണമെന്നോ? സാർ സമ്മതിച്ചോ ബിസിനസിന്റെ കാര്യം? അതിനെക്കുറിച്ചൊക്കെ എന്തായെന്നൊക്കെ ചോദിച്ചു. അതിനെക്കുറിച്ചൊക്കെ നേരിട്ട് സംസാരിക്കാന്ന് ഉദയേട്ടൻ പറയുന്നത്. സുകന്യ ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, ശരി, അന്നൊരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് വരണ്ട, ഞങ്ങള് പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു.
അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. സുകന്യക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. ബിസിനസ്, പുതിയൊരു ബിസിനസ് തുടങ്ങി താനും കോടീശ്വരിയാകും. എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ ഇവിടെ കഴിയണേ, അതും ഈ പട്ടിക്കൂട് പോലെയുള്ള വീട്ടില്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സുകന്യക്ക്. ഉദയഭാനു സാറിനെ പോലെ വലിയ കോടീശ്വരനാണ്, അത് എത്രയും പെട്ടെന്ന് തന്നെ ആവണം എന്നൊരു ചിന്ത അങ്ങനെ അത്യാഗ്രഹം സുകന്യയുടെ തലയ്ക്ക് പിടിക്കുവാണ്. പക്ഷേ സുകന്യക്ക് അറിയത്തില്ലല്ലോ വരാൻ പോകുന്ന വലിയ വിപത്ത് എന്താന്നുള്ള കാര്യം. പിന്നീട് ഉദയഭാനുവിനെ ശ്രീകലയും കാണാനായിട്ട് വീട്ടിലൊരു കള്ളത്തരം ഒക്കെ പറഞ്ഞിട്ടാണ് സുകന്യ പുറപ്പെടുന്നത്. ആരും അറിയാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രീദേവി. അപ്പൊ ഉദയഭാനു സാറും ശ്രീകലാന്റി അത് പറഞ്ഞിട്ടുണ്ട്, ആരും അറിയാൻ പാടില്ലെന്ന്. ചിലപ്പോ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിനും ആകാശമൊക്കെ അറിയും. അപ്പൊ അവർക്കൊക്കെ ഈ ബിസിനസ്സിൽ ചിലപ്പോൾ താല്പര്യം കാണുമായിരിക്കുമല്ലോ. അപ്പൊ അവരെ ഒന്നും ഉൾപ്പെടുത്താതെ തന്നെ പെട്ടെന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാവൂലേ. അതുകൊണ്ടാണ് ഉദയഭാനു സാറ് അങ്ങനെ പറയണേ, ആരും അറിയരുതെന്ന്. പക്ഷെ അതിന്റെ അവസ്ഥ അതല്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യാവസ്ഥ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദയഭാനുന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ള കാര്യം സുകന്യക്ക് അറിയത്തില്ല. എന്താ ഏതാ എങ്ങനെയൊക്കെ. പ്രത്യേകിച്ച് ആനന്ദ് അറിഞ്ഞിട്ടുണ്ടെ തീർന്നു. ശ്രീദേവി ആനന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അവർക്കറിയാലോ ഇവരുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നീട് സുകന്യ നേരെ ഉദയഭാനുവിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പം ശ്രീകല ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സുകന്യ ചോദിച്ചു, എന്തായി സാറേ കാര്യങ്ങള്, ബിസിനസ്സിൽ എന്നെയും കൂടെ കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഉദയഭാനു പറഞ്ഞു, അതൊക്കെ ശരി, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറച്ച് പൈസയെങ്കിലും മുടക്കേണ്ട വരും സുകന്യ എന്ന് പറഞ്ഞു. കുറച്ച് പൈസ എന്ന് പറഞ്ഞാൽ കുറച്ച് ലക്ഷങ്ങളും മുടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യക്കൊരു ഞെട്ടല്. ദീപമേ, പൈസയൊന്നും തൻ്റെ കയ്യിലില്ല, പിന്നെ എന്ത് ചെയ്യും? അല്ല അത് പിന്നെ സുകന്യ, ഇപ്പോഴാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഒരു കുറച്ച് എമൗണ്ട് മുടക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു കൊറിയക്കാരന്റെ കൈവശം ഒരു സിംഗപ്പൂർ ബിസിനസിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. കുറച്ച് പൈസ മുടക്കണമെന്ന് പറഞ്ഞിപ്പം. അത് കേട്ടപ്പോൾ സുകന്യ ഇങ്ങനെ ആലോചിക്കുകയാണ്. ശ്രീകല പറഞ്ഞു, എന്താ മോളെ അങ്ങനെ ചെയ്യുവല്ലേന്ന് ചോദിച്ചു. ഇപ്പോഴാണെങ്കിലും അത് പറ്റത്തുള്ളൂ, പിന്നെ ആണെങ്കിൽ അത് ആരെങ്കിലും ആ ലൈസൻസ് നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ സുകന്യയുടെ പേർക്ക് മാറ്റുകയും ചെയ്യാം, സുകന്യക്ക് പുതിയ ബിസിനസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാലോ. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ സുകന്യ അതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ചു. ഉദയഭാനു പറയുന്ന കാര്യങ്ങൾ, വലിയ ബിസിനസ്മാൻ അല്ലേ, പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. സുകന്യ പറഞ്ഞു, അതെ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം, എനിക്കൊരു കുറച്ച് സാവകാശം വേണം. സുകന്യയുടെ മനസ്സിൽ പെട്ടെന്ന് കൃഷ്ണമംഗലം ഓർമ്മ വന്നേ. തനിക്ക് പാതി സ്വത്ത് കിട്ടും, കോമതി ചേച്ചിയുടെ പേരിലുള്ള ആ ഒരു സ്വത്തുക്കളൊക്കെ അവരുടെ പേർക്ക് എഴുതി കൊടുക്കുവാണെങ്കിൽ അപ്പൊ അതിന്റെ പൈസ കിട്ടും. അങ്ങനെയാണ് അത് വെച്ച് തനിക്കൊരു കളി കളിക്കാം എന്നൊരു ചിന്ത സുകന്യയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടൊന്നും ഇല്ല സാറേ, എനിക്ക് പണം അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീകല പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അത്രയ്ക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പേയ്മെന്റ് എങ്കിലും കൊടുക്കാനായിട്ട് പറയണം. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അല്ല അത് പിന്നെ ഉദയഭാനു സാറ് നോക്കില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അത് പിന്നെ സുകന്യ, എന്റെ അക്കൗണ്ടിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ ഇപ്പൊ ഇരിക്കുക, കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോടികളുടെ ബിസിനസ് നടക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അക്കൗണ്ടിൽ നിന്ന് പൈസയൊന്നും പിൻവലിക്കാൻ പറ്റുന്നില്ല. ജോലിക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം പറഞ്ഞാൽ അക്കൗണ്ടിൽ കോടികളുണ്ട്, പക്ഷെ എങ്കിൽ അക്കൗണ്ടിന് കുറെ പ്രശ്നങ്ങളൊക്കെ കാരണം ഇരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നമ്മൾ ക്യാഷ് ആയിട്ട് അത് എത്രയും പെട്ടെന്ന് കൊടുക്കുവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു ഉദയഭാനു ഇങ്ങനെ തടി തപ്പുവാണ്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ സുകന്യ പറഞ്ഞു, ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുകന്യ പോകുന്നത്. സുകന്യയുടെ തലയിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കണം, ക്യാഷ് ഉണ്ടാക്കി കൊടുക്കണം, ബിസിനസ്സിൽ പങ്കാളിത്തം ഉണ്ടാവണം. അങ്ങനെ ഉദയഭാനു സാറിന്റെ കൂടെ കൂടുവാണെങ്കിൽ നല്ലൊരു കാര്യമുള്ളൂ എന്നൊരു ചിന്ത. പക്ഷെ ഇതേ സമയത്ത് ആനന്ദിന് ശ്രീദേവിക്ക് നല്ല സംശയമായിരുന്നു. സുകന്യയുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അച്ഛനും അമ്മയായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷെ എന്താ ഏതാന്നും അറിയത്തില്ല. അവരും കള്ളത്തരം പറയുന്നുണ്ട്, സുകന്യേച്ചയും കള്ളത്തരം പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇനിയിപ്പോ ശ്രീദേവിയുടെ വിഷമം ഇനി സുകന്യേച്ചനെ വല്ലതും പറഞ്ഞു പറ്റിച്ച് പൈസ മേടിക്കുമെന്ന. കാരണം ആരോട് ചെന്ന് സംസാരിച്ചാലും ഒടുവിൽ അവരെയൊക്കെ പറഞ്ഞു പറ്റിച്ച് പൈസ മേടിക്കുന്ന സ്വഭാവമാണ് ഉദയഭാനുവിന്. അതൊക്കെ നന്നായിട്ട് ശ്രീദേവിക്ക് അറിയാം. അതുകൊണ്ടാണ് ശ്രീദേവി ടെൻഷൻ അടിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കള്ളത്തരം മൊത്തം പൊളിയും, തന്റെ ജീവിതം തന്നെ തകരും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു, അച്ഛനെ ഒന്ന് അമ്മയെ ഒന്ന് കണ്ട് സംസാരിക്കാനൊക്കെ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വേണ്ട, തുടക്കത്തിൽ അത് വിലക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.